ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 9ാം ക്ലാസ്സിലെ പാഠപുസ്തകം നോക്കാം. ഏകകം, ഒന്നാമത്തെ ഏകകമാണ്. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് പല്ലവം എന്ന്. പല്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? തളിര് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ ഒരു ആമുഖം നോക്കാം. നവമകക്ഷ്യാ പാഠപുസ്തകസ്യ പ്രഥമമേകകം ഭവതീദം. 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റാണിത്. പൂർവസ്മിൻ വർഗേ അങ്കുരിതസ്യ സംസ്കൃതപാദപസ്യ നവപല്ലവഃ അസ്മിൻ ഏകകേ വിരാജത്തെ. കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് 8ാം ക്ലാസ്സിൽ ഉണ്ടായ സംസ്കൃത പാദപത്തിൻ്റെ, സംസ്കൃതമാകുന്ന വൃക്ഷത്തിൻ്റെ പുതിയ ഒരു തളിരാണ് ഈ ഒരു യൂണിറ്റിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തന്നെ നമ്മൾ പിന്നെ തുടർന്ന് പോവുകയാണെന്നർത്ഥം. പൂർവസ്മിൻ വർഗേ അങ്കുരിതസ്യ, കഴിഞ്ഞ ക്ലാസ്സിൽ മുള പൊട്ടിയ സംസ്കൃത പാദപസ്യ, സംസ്കൃതമാകുന്ന വൃക്ഷത്തിൻ്റെ നവപല്ലവഃ, പുതിയൊരു തളിരാണ് അസ്മിൻ ഏകകേ വിരാജത്തെ, ഈ യൂണിറ്റിൽ വിരാജിക്കുന്നത്, ശോഭിക്കുന്നത്. പ്രകൃതി വിഷയകൗ ദ്വൗ പാഠഭാഗൗ അത്ര സമാകലിതൗ. പ്രകൃതിയുമായി ബന്ധപ്പെട്ട 2 പാഠഭാഗങ്ങൾ ഈ യൂണിറ്റിലുണ്ട്. പ്രഥമം പ്രകൃതിചാരുതാവർണ്ണനാപരം വിശ്വസൗന്ദര്യം നാമകം ഗീതകം. ആദ്യത്തെ പാഠമാണ് പ്രകൃതിയുടെ മനോഹാരിതയെ വർണ്ണിക്കുന്ന വിശ്വസൗന്ദര്യം എന്ന കവിത. സസ്യാന്യപി സുഖദുഃഖാന്യനുഭവന്തി ഇതി പ്രതിപാദ്യമാന ജീവാതുരൈവ ദ്രുമഃ നാമിക കഥാ ച ഭവതഃ. രണ്ടാമത്തെ പാഠമാണ് സസ്യങ്ങളും സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, സസ്യങ്ങളും സുഖവും ദുഃഖവുമൊക്കെ അവർക്കുമുണ്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ പാഠം. ജീവാതുരൈവ ദ്രുമഃ എന്നൊരു കഥയുണ്ട് ഈ യൂണിറ്റിൽ. ഏതയോഹോ പാഠയോഹോ അധ്യയനേന വയമപി പ്രകൃത്യുപാസകാഃ സ്യാമ. അപ്പോൾ ഈ 2 പാഠം പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? മാർക്ക് കിട്ടാനാണോ? പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയുടെ ഉപാസകരാകണം നമ്മൾ. പ്രകൃതിയെ സംരക്ഷിക്കാൻ പ്രതിജ്ഞ എടുത്തവരാകണം നമ്മൾ. നമ്മളുടെ ഒരു പ്രവൃത്തി പോലും പ്രകൃതി വിരുദ്ധമായിട്ട് ഉണ്ടാകാൻ പാടില്ല. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാഠങ്ങളൊക്കെ പഠിക്കുന്നത്. ജീവിതത്തിൽ പാഠങ്ങൾ പകർത്തുമ്പോഴാണ് ഇതൊക്കെ പഠിക്കണത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ആ ഒന്നാമത്തെ കവിതയിലേക്ക് കടക്കാം. പാഠഃ, ഒന്നാമത്തെ പാഠം വിശ്വസൗന്ദര്യം എന്നാണ് ഈ കവിതയുടെ പേര്. വിശ്വസൗന്ദര്യം. അപ്പോൾ ഈ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പാഠപ്രവേശഃ. പ്രകൃതേഃ സൗന്ദര്യം അന്യാദൃശാം അതുലം അനുഭവവേദ്യം ച ഭവതി. പ്രകൃതിയുടെ സൗന്ദര്യം എന്താണ്? അതുലമാണ്, മറ്റൊന്നിനോടും തുലനം ചെയ്യാൻ പറ്റാത്തതാണ്. അന്യാദൃശം, മറ്റെവിടെയും കാണാത്തതാണ്. അനുഭവവേദ്യമാണ്, അല്ലേ? പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ നിത്യേന അനുഭവിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? പ്രാതഃകാലസ്യ മനോഹാരിതാം അനുഭൂയ പക്ഷിണഃ തഥാ രാത്രേഃ. ഒന്നും വേണ്ട, കുറേ പ്രകൃതി ഭംഗികളുണ്ടെങ്കിലും നമ്മൾ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒന്നുപോയി അതൊന്ന് കണ്ടാൽ മതി. എത്ര മനോഹരമാണ്, അല്ലേ? പ്രാതഃകാലസ്യ മനോഹാരിതാം അനുഭൂയ പക്ഷിണഃ തഥാ രാത്രേഃ നിശബ്ദതായാഃ സുഖാനുഭവേന നിശാഗീതകാഃ ച യാവച്ഛക്യം ഗായന്തി. പ്രാതഃകാലസ്യ മനോഹാരിതാം അനുഭൂയ പക്ഷിണഃ. രാവിലത്തെ ആ ഒരു മനോഹാരിത കണ്ടിട്ട്, സുന്ദര ദൃശ്യങ്ങൾ കണ്ടിട്ട് അനുഭവിച്ചിട്ട് പക്ഷികൾ എന്താണ്? യാവച്ഛക്യം ഗായന്തി. അവർക്ക് പറ്റുന്ന രീതിയിൽ പാട്ടുകൾ പാടുന്നുണ്ട്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ പക്ഷികളുടെ ഒച്ച കേൾക്കാറുണ്ട്. തഥാ രാത്രേഃ നിശബ്ദതായാഃ സുഖാനുഭവേന. അതുപോലെ രാത്രിയിലെ
രാത്രിയിലെ സുഖാനുഭവങ്ങൾ അറിഞ്ഞിട്ട്, രാത്രിയുടെ മനോഹാരിത അറിഞ്ഞിട്ട് പക്ഷികൾ രാത്രിയിലും പാട്ട് പാടുന്നു അല്ലേ. പ്രകൃതേഹേ സൗന്ദര്യേണ ആകൃഷ്ടാഹ വയമപി ബഹുനാ പ്രകാരേണ ഗായാമഹ. അതുപോലെ പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ട് നമ്മളും പലതരത്തിൽ പാട്ടുകൾ പാടാറുണ്ട്. താദൃശമേകം ഗീതമത്ര പഠാമഹ. അപ്പോൾ അങ്ങനെ പ്രകൃതിയുടെ സൗന്ദര്യത്തെ പറ്റിയിട്ടുള്ള ഒരു കവിത നമുക്കിവിടെ പഠിക്കാം. ആമുഖം. അധ്യയനവർഷാരംഭേ പ്രഥമമേവ അവഗച്ഛതി വിശ്വപര്യാവരണ ദിനം. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ നമുക്കറിയാം ജൂൺ 5 എന്ത് വരുന്നു? വിശ്വപര്യാവരണ ദിനമാണ്, ലോക പരിസ്ഥിതി ദിനമാണ്. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ 5 അല്ലേ. സന്ദർഭേസ്മിൻ പ്രതിവർഷം നൂതനാശയാൻ സ്വീകൃത്യൈവ ദിനാചരണം പ്രചലതി. അപ്പോൾ ഈയൊരു ദിവസം ജൂൺ 5 ഓരോ വർഷവും പുതിയ ആശയങ്ങളെ എടുത്തുകൊണ്ടാണ് ഈ ദിനം ആചരിക്കാറ്. ഓരോ വർഷവും പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഓരോ പുതിയ ആശയം നമ്മൾ സ്വീകരിക്കാറുണ്ട്. അസ്യ ദിനാചരണസ്യ ഉദ്ദേശ്യം കിം? എന്തിനു വേണ്ടിയിട്ടാണ് ഈ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? ദിനമിതം അസ്മാൻ കിം ഉദ്ബോധയതി. ഈ ഒരു ദിവസം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? വെറുതെ കുറേ പോസ്റ്ററുകൾ ഉണ്ടാക്കുക, കുറേ മുദ്രാവാക്യം വിളിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് അത് മാത്രമാണോ? അതാണോ എൻ്റെ ഉദ്ദേശം? അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഉദ്ദേശമുണ്ട്. പരിസ്ഥിതിയെ സംരക്ഷിക്കണം, അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. അസ്മാൻ പരിതഃ കേ പ്രകൃതി വിഭവാഹ സന്തി. നമ്മുടെ ചുറ്റും എന്തൊക്കെ പ്രകൃതി വിഭവങ്ങളാണുള്ളത്? ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കുക, എന്തൊക്കെ പ്രകൃതി വിഭവങ്ങളാണുള്ളത്? പ്രകൃതിയിൽ എന്തൊക്കെ വിഭവങ്ങളാണുള്ളത്? ദിവസേന നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള പച്ചക്കറികളുണ്ട് അല്ലേ, പഴങ്ങളുണ്ട്. പിന്നെ നമ്മുടെ മുറ്റത്ത് തന്നെ നോക്കിയാൽ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. തുളസി, മുക്കുറ്റി, കിഴാർനെല്ലി, അങ്ങനെ എത്ര തരത്തിലാണ്. നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് വിഭവങ്ങളുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ധരിക്കുന്ന ആഭരണം, സ്വർണം, വെള്ളി, ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്രകൃതിയിൽ നിന്നാണ്. പിന്നെ നമ്മുടെ വാഹനത്തിൽ അടിക്കുന്ന ഫ്യൂവലുകൾ എല്ലാം, നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ്, ഇതെല്ലാം പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ ഇത്ര എണ്ണമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഒരുപാട്. ഇപ്പോൾ കടലിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള സമുദ്ര വിഭവങ്ങൾ ഒരുപാടുണ്ട്. ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നറിയില്ല, അത്ര അധികമുണ്ട് അല്ലേ. അപ്പോൾ ഈ പ്രകൃതി വിഭവങ്ങളൊക്കെ ഉപഭോഗം ചെയ്യുന്നത്, ഉപഭോക്താരഹാക്കെ, ഉപയോഗിക്കുന്നത് ആരാണ്? ഇവിടെ ജീവിക്കുന്ന നമ്മളാണ്. നമ്മൾ മാത്രമല്ല, മൃഗങ്ങളും മനുഷ്യന്മാർ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളും ഒക്കെ ഈ പ്രകൃതിയെ ആശ്രയിച്ച് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. തേഷാം സംരക്ഷണം കിമർത്ഥം കരണീയം പശ്യന്തു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയുന്നത്? നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ അതിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ ഇനി വരുന്ന തലമുറകൾ, ഇവിടെ ഇനി ജനിക്കാൻ പോകുന്നവർ, അവർക്കൊക്കെ ഇവിടെ ഒരു ജീവിതം ഉണ്ടാക്കണമെങ്കിൽ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിച്ച് തന്നെ മതിയാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കവിത എന്താണ് അതൊന്ന് നോക്കാം. ആദ്യത്തെ 4 വരി വായിക്കാം. വിശാല സുന്ദര വിശ്വം പശ്യതു നയനാനന്ദകരം സർവചരാചര നിവാസമതുലം മദീയനാഗമിമം. വിശാല സുന്ദര വിശ്വം പശ്യതു. ഈ വിശാലമായ, ഈ സുന്ദരമായ ഈ വിശ്വത്തെ, ഈ ലോകത്തെ, പശ്യതു നോക്കൂ, നയനാനന്ദകരം. ഈ വിശ്വം എങ്ങനെയുള്ളതാണ്? നയനാനന്ദകരം. വിശാല സുന്ദരമായ നയനത്തിന്, കണ്ണിന്, നയനം എന്ന് പറഞ്ഞാൽ കണ്ണിന് ആനന്ദം തരുന്ന ഈ വിശ്വത്തെ നോക്കൂ. സർവചരാചര നിവാസമതുലം മദീയനാഗമിമം. സർവചരാചര നിവാസം, എല്ലാ ചരാചരങ്ങളും നിവസിക്കുന്ന, താമസിക്കുന്ന, എല്ലാ ജീവജാലങ്ങളും എല്ലാം നിവസിക്കുന്ന, അതുലം,
അതുലമായ മറ്റൊന്നിനോട് തുല്യമല്ലാത്ത മദീയ നാഗമിമം എൻ്റെ സ്വർഗമാണിത്. ഈ വിശ്വം, നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം, എൻ്റെ സ്വർഗമാണിത്. വഹന്തി, അടുത്ത വരി, വഹന്തി നദ്യസ്തിഷ്ഠന്ത്യസ്മിൻ മഹാചലാ ബഹവഃ അരണ്യകേദാരോപവനാനി സുഖപ്രദാനി തഥാ. വഹന്തി നദ്യഃ, നദികൾ ഒഴുകുന്നു, ബഹവഃ മഹാചലാ അസ്മിൻ തിഷ്ഠന്തി. മഹാചലാഹ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ, മലകൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഒരുപാട് പർവ്വതങ്ങളൊക്കെ ഇവിടെ ഈ വിശ്വത്തിൽ, ഈ ഭൂമിയിൽ ഉണ്ട്, നിൽക്കുന്നു. അരണ്യകേദാരോപവനാനി, അരണ്യം എന്ന് പറഞ്ഞാൽ കാട്, കേദാരം എന്ന് പറഞ്ഞാൽ വയൽ, ഉപവനം എന്ന് പറഞ്ഞാൽ ചെറിയ കാടുകൾ, അപ്പോൾ തോട്ടങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ കാടുകൾ, അതുപോലെ വയലുകൾ, ചെറിയ കാടുകൾ, തോട്ടങ്ങൾ, ഇതൊക്കെ സുഖപ്രദാനി തഥാ, സുഖത്തെ തരുന്നവയാണ്. അപ്പം ഇവയൊക്കെ ഈ വിശ്വത്തിലുണ്ട്. ഈ വിശ്വത്തിൻ്റെ ഇത്രയും മനോഹരമായിട്ടുള്ള ലോകത്തിനെ നോക്കൂ, ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയാണ്. ഇനി അടുത്ത 4 വരി, കൂപ തടാക ലതാ തരുവൃന്ദാന്യത്ര വിരാജന്തെ പ്രവാതി പവനഃ സുമഗന്ധവഹോ വിഭാതി ഖദ്യോദ. കൂപ കിണർ, തടാകം, ലത വള്ളികൾ, തരു വൃക്ഷങ്ങൾ. അപ്പോൾ ഇവയുടെയൊക്കെ വൃന്ദം കൂട്ടം, അതായത് കിണറുകൾ, തടാകങ്ങൾ, വള്ളികൾ, വൃക്ഷങ്ങൾ, ഇതൊക്കെ അത്ര വിരാജന്തെ ഇവിടെ ഉണ്ട്, ഇവിടെ ശോഭിക്കുന്നു. പ്രവാതി പവനഃ, പവനഃ എന്ന് പറഞ്ഞാൽ വായു, വായു പ്രവാതി വീശുന്നു. എങ്ങനെയുള്ള വായുവാണ് വീശുന്നത്? സുമഗന്ധവഹോ, സുമം പൂവ്, പൂവിൻ്റെ ഗന്ധത്തെ വഹിച്ചും കൊണ്ട് വായു വീശുന്നു. വിഭാതി ഖദ്യോതഃ, ഖദ്യോതം എന്ന് പറഞ്ഞാൽ മിന്നാമിനുങ്ങ്, ഖദ്യോതഃ വിഭാതി, മിന്നാമിനുങ്ങ് പ്രകാശിക്കുന്നു. അടുത്ത 4 വരി, വർഷന്ത്യസ്മിൻ കാലേ കാലേ നവാംബുഭിർമേഘാഃ പുഷ്പഫലാഢ്യാ ഋതവഃ കാലേ പ്രത്യായാന്തി മുദാ. നവാംബുഭിഹി മേഘാഃ, അതായത് പുതിയ ജലത്തോടു കൂടിയിട്ടുള്ള മേഘങ്ങൾ, കാലേ കാലേ അസ്മിൻ വർഷന്തി, യഥാകാലം സമയമാകുമ്പോൾ ഇവിടെ മഴ പെയ്യിക്കുന്നു, പുതിയ ജലത്തെ വർഷിക്കുന്നു. പുഷ്പഫലാഢ്യ ഋതവഃ, പൂക്കളും പഴങ്ങളുമൊക്കെ നിറഞ്ഞ ഋതുക്കൾ, കാലേ പ്രത്യായാന്തി, കാലമാകുമ്പോൾ തിരിച്ചു വരുന്നു. വസന്തകാലം ഒക്കെ ഇങ്ങനെ തിരിച്ച് അതാത് സമയത്ത് ഋതുക്കൾ മാറി മാറി വരുന്നു. അപ്പോൾ പുഷ്പങ്ങളും ഫലങ്ങളുമൊക്കെയുള്ള ഋതുക്കളും അങ്ങനെ വന്നു പോകുന്നു, വരുന്നു. ഇനി അടുത്ത 4 വരി, അസ്മാൻ പരിതഃ പ്രവർദ്ധമാന സുസ്ഥിതിരേവം സ്യാത് വയന്തു തേഷാം പാലനവിഷയേ സന്നദ്ധാഃ സ്യാമ. അസ്മാൻ പരിതഃ, നമുക്ക് ചുറ്റുമുള്ള, പ്രവർദ്ധമാനാഹ വളരുക, അതായത് നമുക്ക് ചുറ്റുമുള്ള ഈ പ്രകൃതി ഇതുപോലെ വർദ്ധിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ, നല്ല രീതിയിൽ നിലനിന്നാൽ മാത്രമേ സുസ്ഥിതിരേവം സ്യാത്, നമ്മളുടെ നിലനിൽപ്പും സാധ്യമാവുകയുള്ളൂ. വയന്തു തേഷാം പാലനവിഷയേ സന്നദ്ധാഃ സ്യാമ. വയം തു, നമ്മളെന്ത് ചെയ്യണം? തേഷാം പാലന വിഷയെ, ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ, പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ സന്നദ്ധാഃ സ്യാമ, സന്നദ്ധരായിട്ടിരിക്കണം. നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കണം ഓരോരുത്തരും. അത് ഞാൻ വേണ്ട, ബാക്കിയുള്ളവർ ചെയ്തോട്ടെ എന്നുള്ള ഭാവം ഒരിക്കലും പാടില്ല. എല്ലാവരും പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ സന്നദ്ധരായിട്ടിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ കവിതയിൽ പ്രകൃതി സംരക്ഷണം നമ്മുടെ കർത്തവ്യമാണ് എന്ന് ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ട്യൂണിൽ ഇഷ്ടമുള്ള രീതിയിൽ ഇത് പാടാം. ഒന്ന് പാടി നോക്കാം.
വിശാലസുന്ദരവിശ്വം പശ്യതു നയനാനന്ദകരം സർവചരാചരനിവാസമതുലം മദീയനാകമിമം വഹന്തി നദ്യസ്തിഷ്ഠന്ത്യസ്മിൻ മഹാചലാബഹവഃ അരണ്യകേദാരോപവനാനി സുഖപ്രദാനി തഥാ കൂപതടാകലതാതരുവൃന്ദാന്യത്ര വിരാജന്തെ പ്രവാതി പവനഃ സുമഗന്ധവഹോ വിഭാതി ഖദ്യോതഃ വർഷന്ത്യസ്മിൻ കാലേ കാലേ നവാംബുഭിർമേഘാഃ പുഷ്പഫലാഢ്യാ ഋതവഃ കാലേ പ്രത്യായാന്തി മുദാ അസ്മാൻ പരിതഃ പ്രവർദ്ധമാന സുസ്ഥിതിരേവം സ്യാത് വയം തു തേഷാം പാലനവിഷയെ സന്നദ്ധാഃ സ്യാമ വയം തു തേഷാം പാലനവിഷയെ സന്നദ്ധാഃ സ്യാമ. അപ്പോൾ ഇതാണ് നമ്മുടെ വിശ്വസൗന്ദര്യം എന്ന് പറയുന്ന കവിത. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.